നമുക്കിന്ന് നല്ല 2 സ്ട്രോബെറി പറിച്ചാലോ. ഇത് നമ്മുടെ സ്ട്രോബെറിയാണ്. ഇനി ഇത് പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അണ്ണാനും കിളികളും ഒക്കെ തിന്നും. അതുകൊണ്ട് ഈ സ്ട്രോബെറി ഉണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതും നമുക്ക് പറിക്കാം. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഇതുകൂടെ പറിക്കാം. ഇവിടെ ഒരെണ്ണം ഹൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ പറിക്കാം നമുക്ക്. ഇതിനിടയിലൊന്നും ഒളിച്ചിരിപ്പില്ലല്ലോ. ഒരെണ്ണം ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് കേടായിപ്പോയി. ഇനി നമുക്കത് നോക്കണ്ട. സോ ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റാണ്. ഒരു 2.5 എന്ന് പറയാം. സോ ഇതല്ലാതെ എനിക്ക് കുറച്ച് മിൻറ്റ് ഉണ്ട്, പിന്നെ പൊട്ടേറ്റോസ് ഉണ്ട്, പിന്നെ റാസ്ബെറി ഉണ്ട്. പക്ഷേ റാസ്ബെറി എന്തോ വീണ് ഇതായിപ്പോയി. മിൻറ്റ് എനിക്ക് ആവശ്യത്തിനുള്ള മിൻറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്ട്രോബെറി ക്രഷ് ഉണ്ടാക്കി നോക്കിയാലോ. സോ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന സ്ട്രോബെറിയും പിന്നെ അത് കൂടാതെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നത് ഇത്രയുമാണ്. അതുകൂടാതെ ഞാൻ ഒരു സ്ട്രോബെറിയും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേറെ കയ്യിലിരുന്നാണ്. അപ്പോൾ ആ സ്ട്രോബെറിയും ഒരു ലെമൺ, പിന്നെ നമ്മുടെ അവിടെ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്ന മിൻറ്റ്, പിന്നെ ഹണി, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ജിഞ്ചർ ജ്യൂസ്, അതുകൂടാതെ കോക്കനട്ട് വാട്ടർ. ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്ത് നമുക്കൊരു പെട്ടെന്ന് ഒരു സ്ട്രോബെറി പഞ്ച് ഉണ്ടാക്കിയാലോ. സോ അതിനായിട്ട് ആദ്യം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പിസ്റ്റൾ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. സോ സ്ട്രോബെറി ഇവിടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആ ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. കുറച്ചേ ഉള്ളൂ, കുറച്ച് ലെമൺ ജ്യൂസേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ജിഞ്ചർ ജ്യൂസ് ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യുക. ലീവ്സും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതൊന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യുക. മിൻറ്റിൻ്റെ ഫ്ലേവർ ഇതിനകത്തേക്ക് വരാനായിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി ഹണി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കോക്കനട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഐസ് ക്യൂബ്സ് ഇടേണ്ടവർക്ക് ഐസ് ക്യൂബ്സ് ഇടാം. ഞാൻ ഐസ് ക്യൂബ്സ് ഇടുന്നില്ല. കോക്കനട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. സോ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കൊരു സൈഡിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ മുറിച്ചതും പിന്നെ നമ്മുടെ മിൻറ്റ് ലീവ്സും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്ട്രോബെറി പഞ്ച്. ഐസ് ക്യൂബ്സ് ഇടണമെന്ന് ആഗ്രഹമുള്ളവർ അതെന്തായാലും ഇടണം. ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. ഒരു വേറൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും. എനിക്ക് ഐസ് ക്യൂബ്സ് ഇപ്പോഴും എടുക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ഇടാത്തത്. എന്തായാലും നിങ്ങളൊന്ന് എൻജോയ് ചെയ്യണം. ഇതിൽ സ്ട്രോബെറി ഷേക്കിൻ്റെയോ സ്ട്രോബെറി ജ്യൂസിൻ്റെയോ ഒരു ഫ്ലേവർ അല്ല. സ്ട്രോബെറിയുടെ ഒരു ചെറിയൊരു ഹിൻറ്റ്, ഇഞ്ചിയുടെ ഒരു ഹിൻറ്റ്, മിൻറ്റിൻ്റെ ഹിൻറ്റ്, അങ്ങനെ ചേർന്ന് വരുന്നൊരു ഡ്രിങ്കാണ്. ഈ കോക്കനട്ട് വാട്ടറിന് പകരം നിങ്ങൾക്ക് വോഡ്കയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു കോക്ടെയിൽ പോലെയും ഇത് നല്ലതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹോപ്പ് യു ഓൾ എൻജോയ്.